ഇത് വട്ടത്തിലാക്കിയതാണ്. അപ്പം കഴിച്ച് നമ്മൾ വീട്ടിലൊക്കെ എങ്കിൽ റൗണ്ടിൽ മുറിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം. അപ്പോൾ ഇതാ കടലപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഇതാ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉപ്പിടാം. അപ്പോൾ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്തിട്ട് നല്ലോണം കുഴച്ച് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുക. പിന്നെ നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കുക. വൈകിട്ട് ചായൻ്റെ ഒപ്പം കൂട്ടി തിന്നാൻ സോസും അലിട്ട് ഒഴിച്ചാൽ മതി ഗൈസ്. സോസും കൂട്ടി തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ ഇതാ ഇവിടെ കുഴച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും എൻ്റെ അനിയത്തിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് തിന്നാൻ. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഗൈസ്. ഇതാ എണ്ണ ഒഴിക്കുകയാണ്. അപ്പം ഗൈസ് ഇതാ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് ഇനി നമുക്ക് ആ കുഴച്ച് വെച്ച മാവ് ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ട് അത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ മുക്കിയെടുക്കുകയാണ്. ഇനി നേരെ എണ്ണയിലേക്ക് ഇടാം ഗൈസ്. അപ്പം ഗൈസ് ഇത് നല്ല രുചിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. ഇതാ അടുത്ത എടുത്തിട്ട് മുക്കിയിട്ട് ഇതാക്കുകയാണ്. അപ്പം ഗൈസ് നമ്മൾ ഓരോന്നായി എണ്ണയിലിടുകയാണ്. അപ്പം ഇതാ രണ്ടെണ്ണം എണ്ണയിലിട്ട് പൊരിക്കുകയാണ്. ഇപ്പോൾ ഇത് കുറച്ച് പൊരിഞ്ഞാൽ മതി ഗൈസ്. പിന്നെ മറിച്ചിടേ വേണ്ടു. അപ്പോൾ ഇതാ ഗൈസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിടാം. അപ്പം ഇത് മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് സോസ് മുക്കി തിന്നാൻ. അപ്പം ഇതാ ഗൈസ് എല്ലാം ഇട്ട് പൊരിച്ച് അപ്പം ഗൈസ് ഇതെൻ്റെ പുതിയ ചാനലാണ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതെല്ലാം കൂടി പ്ലേറ്റിലിടാം. അപ്പം അതിന് മുന്നേ ഇത് പൊരിച്ചെടുക്കട്ടെ. അതെ ഗൈസ് പൊരിച്ചെടുത്തു. ഇനി പ്ലേറ്റിലിടാൻ പോവുകയാണ്. അപ്പോൾ പ്ലേറ്റിലിടാൻ ഇട്ടു. ഓരോന്നായി എടുക്കുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതാ ഗൈസ് പ്ലേറ്റിലിട്ടു. നമുക്ക്